ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നൂതനാശയങ്ങൾ വ്യവസ്ഥാപിതമായി നടപ്പാക്കണമെന്ന് അസീം പ്രേംജി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ CV രാജഗോപാൽ അഭിപ്രായപ്പെട്ടു. ഇടപ്പള്ളിയിൽ വെച്ച് നടക്കുന്ന വെഫി എഡ്യൂസൈൻ കരിയർ എക്സ്പോയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുതിയ പ്രവണതകൾ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതലമുറയുടെ അഭിരുചിക്കനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രംഗം മാറേണ്ടതുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 4 വർഷ ഡിഗ്രി അടക്കമുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പുതിയ ആശയങ്ങൾ വ്യവസ്ഥാപിതമായി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളുണ്ടായാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുതിയ അവസരങ്ങൾ തുറന്നുവരുമെന്ന് കേരള ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ വിഭാഗം ഗവേഷണ ഉദ്യോഗസ്ഥൻ ഡോക്ടർ വി ഷഫീഖ് അഭിപ്രായപ്പെട്ടു. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഏറെ മുൻപന്തിയിലാണെന്നും ഇനിയും മാറ്റങ്ങൾ ആവശ്യമാണെന്നും അതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. 3 ദിവസങ്ങളിലായി ഇടപ്പള്ളി അൽ അമീൻ പബ്ലിക് സ്കൂളിൽ വെച്ചാണ് എഡ്യൂസൈൻ കരിയർ എക്സ്പോ നടക്കുന്നത്. എക്സ്പോയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ശനിയാഴ്ച വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിക്കും. കേരള സാങ്കേതിക സർവകലാശാല ഡീനും പ്രൊഫസറുമായ ഡോക്ടർ അഷ്റഫ് എസ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സീനിയർ സ്പെഷ്യൽ കൗൺസിലും മുൻ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലുമായ അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും. തുടർന്ന് നടക്കുന്ന വിവിധ സെഷനുകളിൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സിവിൽ സർവീസ്, വിദേശ പഠനം, സംരംഭകത്വം, AI കാലത്തെ സാധ്യതകൾ, കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, കരിയർ രംഗത്തെ പുതു ഇടങ്ങൾ, ഓൺലൈൻ കോഴ്സുകൾ തുടങ്ങി വ്യത്യസ്ത വിഷയങ്ങളിലായാണ് സെഷനുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. 80-ലധികം സ്റ്റാളുകളിലായി കരിയർ രംഗത്തെ സാധ്യതകളെക്കുറിച്ചറിയാൻ വിപുലമായ സൗകര്യങ്ങൾ എഡ്യൂസൈനിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഇടപ്പള്ളി.